മഹാബലിപുരം ചെന്നൈയിൽ നിന്ന് 58 കിലോമീറ്റർ അകലെയായി ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. രാവിലെ പോണ്ടിച്ചേരിയിലേക്കുള്ള ബസ്സിൽ കയറിയാണ് യാത്ര തുടങ്ങിയത്. കടലിൽ ഉദിച്ചുയർന്നു വരുന്ന പ്രഭാത സൂര്യൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. പോണ്ടിച്ചേരി ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഓട്ടോയിലാണ് മഹാബലിപുരത്തെ പ്രധാന കേന്ദ്രത്തിലെത്തിയത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ്റെ വെണ്ണയുരുള ദൃഷ്ടിയിൽപ്പെട്ടു. 40 രൂപ ടിക്കറ്റ് എടുത്താണ് അകത്ത് പ്രവേശിച്ചത്. മഹാബലിപുരത്തെ 3 പ്രധാന കേന്ദ്രങ്ങളിലേക്കും ഈ ഒരു പ്രവേശന ടിക്കറ്റ് മതി. ആദ്യമായി മുന്നിൽ കണ്ട ദിശാസൂചക ബോർഡ് ശ്രദ്ധിച്ചു. നേരെ മുന്നിൽ കാണുന്ന ഭീമാകാരമായ പാറക്കല്ല്. നല്ല ചെരിവുള്ള പാറപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എളുപ്പത്തിൽ താഴേക്ക് ഉരുണ്ടുവരുമെന്ന് തോന്നും. വലിയ പാറകളിൽ ഗുഹാരൂപത്തിൽ വെട്ടിയെടുത്തതാണ് ഇവിടെ കാണുന്ന പല നിർമ്മിതികളും. പല്ലവ രാജാവായ പരമേശ്വരവർമ്മൻ ഒന്നാമനാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതാണ് ഈ മഹാബലിപുരത്തുള്ള ശിലാനിർമ്മിതികൾ. മാമല്ലപുരം എന്ന പേരിലും ഇവിടെ അറിയപ്പെടുന്നു. നടവഴി നമ്മെ നയിക്കുന്നത് ത്രിമൂർത്തി ഗുഹയിലേക്കാണ്. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവർക്കായി ഈ 3 അറകളും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ത്രിമൂർത്തി ഗുഹയ്ക്ക് മുന്നിലായി ഒരു പാറക്കല്ലിൽ വൃത്താകൃതിയിൽ ഭംഗിയായി നിർമ്മിച്ച ഒരു സംഭരണി കാണുന്നുണ്ട്. പടവുകൾ കയറി വേണം മുകളിലേക്ക് എത്താൻ. വീണ്ടും നടപ്പാതയിലൂടെ എതിർവശത്തേക്ക് നടന്നു. കോട്ടിക്കൽ ഗുഹ മണ്ഡപം. ഗുഹാവാതിലിന് ഇരുവശത്തും ദ്വാരപാലികമാരെ കൊത്തിവെച്ചിരിക്കുന്നു. ദുർഗാദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗുഹാനിർമ്മിതിയാണിത്. അകത്ത് പ്രതിഷ്ഠയൊന്നും തന്നെയില്ല. തിരിച്ചു നടന്നു. പാറക്കല്ലിൽ കൊത്തിവെച്ച വലിയൊരു ആനയുടെ റിലീഫ് വർക്ക്. പാറയോട് ചേർന്ന് വളരെ ലയിച്ച രീതിയിൽ വളർന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു മരം. മിനുസമുള്ള പാറപ്പുറത്ത് കൂടി കുന്നിൻ മുകളിലേക്ക് കയറി സൂര്യൻ്റെ പൂർണ്ണമായ തീക്ഷ്ണത അനുഭവപ്പെടുന്നുണ്ട്. മാമല്ലപുരത്തെ വിശാലമായ ഒരു കാഴ്ച ഈ കുന്നിൻപുറത്തു നിന്നും ലഭിക്കും. പാറ വെട്ടിയുണ്ടാക്കിയ ചതുരാകൃതിയിലുള്ള ഒരു കുളമാണിത്. മഴവെള്ളം സംഭരിക്കാനും കുളിക്കാനും ഉപയോഗിക്കത്തക്കതാണിത്. കുറച്ചുകൂടി നടന്നപ്പോൾ വീണ്ടും ദിശാബോർഡ്. ദ്രൗപദിയുടെ കുളം. തൊട്ടടുത്ത് തന്നെ പടവുകൾ കയറി മുകളിലെത്തിയാൽ മാത്രമേ ഈ ബാത്ത് ടബ് ദൃഷ്ടിയിൽപ്പെടുകയുള്ളൂ. രായഗോപുരം. വിജയനഗര കാലഘട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന ഒരു നിർമ്മിതി. കണ്ടാൽ അപൂർണമെന്ന് തോന്നുന്നു. ഗോപുരത്തിന് പുറത്തു കടന്നപ്പോൾ അകലെയായി തലയുയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്.
പോകുന്ന വഴി പാറപ്പുറത്ത് വെട്ടിയുണ്ടാക്കിയ ഒരു കിടക്ക. കൗതുകം തോന്നി. മറ്റൊരു ഗുഹാനിർമ്മിതിയാണിത്. താങ്ങി നിർത്തിയിരിക്കുന്ന കൂറ്റൻ കരിങ്കൽ ബീമുകൾ സന്തുലിതാവസ്ഥയിൽ തൂണുകളിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലെ സാങ്കേതികവിദ്യ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. ഗുഹയ്ക്ക് വെട്ടിയുണ്ടാക്കിയ തൂണുകളുടെ അടിഭാഗം ശ്രദ്ധിച്ചാൽ തന്നെ അന്നത്തെ കലാകാരന്മാരുടെ കരവിരുത് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് കാണാം. ഈ ഗുഹയുടെ പ്രവൃത്തി അപൂർണമാണ്. വളരെ പ്രയാസപ്പെട്ട വഴിയിലൂടെയാണ് ഇതിന് മുകളിലേക്ക് കയറിയത്. തകർന്നു കിടക്കുന്ന ഒരു നിർമ്മിതി. അധികമാരും ഇവിടേക്ക് എത്തുന്നില്ല. രാവിലെ 10 മണിക്കാണ് ലൈറ്റ് ഹൗസിലേക്കുള്ള പ്രവേശനം. 10 രൂപയാണ് ഇവിടെ നൽകേണ്ട പ്രത്യേക ഫീസ്. വൃത്തസ്തംഭ ആകൃതിയിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ലൈറ്റ് ഹൗസ് 1887 പണി കഴിപ്പിച്ചത്. എന്നാൽ 1904 ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായത്. മുകളിലേക്കെത്താൻ ഉള്ളിലൂടെയുള്ള പിരിയൻ കോണിയാണ്. മുകളിൽ ചുറ്റുമായി ബാൽക്കണിയുണ്ട്. ചുറ്റി നടന്ന് ദൃശ്യങ്ങൾ പകർത്തി. മാമല്ലപുരത്തിന് നല്ലൊരു കാഴ്ച തന്നെ ഇവിടെ ലഭിക്കുന്നു. ഒരു വശത്തായി കടൽ. പിന്നീട് എത്തിച്ചേർന്നത് മഹിഷാസുരമർദ്ദിനി മണ്ഡപത്തിലേക്കാണ്. എനിക്ക് മുമ്പേ ജപ്പാനിലെത്തിയ സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം അവിടെ എത്തിയിരുന്നു. മരത്തണലിൽ വെച്ച് ഗൈഡ് അവർക്ക് ഇതിഹാസ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. തൂണുകളിലെ ശില്പഭംഗി അപാരമാണ്. മുകളിലായി ഉലകന്നേശ്വര ടെമ്പിൾ. ഇത് ശിവന് സമർപ്പിക്കപ്പെട്ടതാണ്. ചുറ്റുമായി സംരക്ഷിത വേലിയുണ്ട്. താഴേക്ക് കുത്തനെ പതിച്ചാൽ മഹിഷാസുരമർദ്ദിനി മണ്ഡപത്തിന്റെ മുന്നിലാണെത്തുക. ഉള്ളിലൂടെ മുകൾ തട്ടിലേക്ക് പ്രവേശനമില്ല. ഗ്രിൽസ് ഇട്ട് അടച്ചിരിക്കുന്നു. ഗ്രിൽസിനകത്തു കൂടി ദൃശ്യങ്ങൾ അല്പം പാടുപെട്ടാണെങ്കിലും പകർത്തി. അക്കാലത്തെ ലൈറ്റ് ഹൗസ് ആയിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. പടവുകൾ സൂക്ഷിച്ച് ഇറങ്ങേണ്ടിയിരിക്കുന്നു. വീണ്ടും പ്രവേശന കവാടത്തിനടുത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. സൂചക ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഗണേശരഥം, നേർക്ക് വട്ടർബോൾ, വലത്തേക്ക് ത്രിമൂർത്തി ഗുഹ, അത് നാം കണ്ടു കഴിഞ്ഞതാണ്. ലൈറ്റ് ഹൗസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മാരിടൈം മ്യൂസിയം. ശീതീകരണ മുറികളിൽ സജ്ജീകരിച്ച പ്രദർശന വസ്തുക്കളാണ് ഇവിടെയുള്ളത്. കപ്പലുകളുടെ മാതൃകകളും പഴയതും പുതിയതുമായ ലൈറ്റ് ഹൗസ് ഘടകങ്ങളും ഇവിടെ കാണാം. കൂടാതെ പലവിധ ടെലസ്കോപ്പുകൾ, കോമ്പസ്, സന്ദേശമയക്കുന്നതിനുള്ള പഴയകാല ഉപകരണങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. പുറത്തായി കടലിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ്. ചരിച്ചു വെച്ചിരിക്കുകയാണിത്. അതിൻ്റെ നങ്കൂരവും അടുത്ത് തന്നെ കാണാം.
കൃഷ്ണമണ്ഡപം റോഡിൽ നിന്നാണ് ഇതിലേക്കുള്ള പ്രവേശനം. ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി തൻ്റെ പ്രജകളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ചൂരൽ റിലീഫ് വർക്ക് ആയി ചെയ്തിരിക്കുന്നത്. ഗോപികമാരോടൊത്തുള്ള കേളികളും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ഗുഹാനിർമ്മിതിയായ പഞ്ചപാണ്ഡവ ക്ഷേത്രം. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ വലിയ 2 പാറകളിൽ വിപുലമായ കൊത്തുപണികൾ കാണാം. പാശുപതാസ്ത്ര ലഭ്യതയുമായും ഭഗീരഥന്റെ പ്രയത്നവുമായും ഈ ശില്പങ്ങളെ ബന്ധപ്പെടുത്തി കഥകളുണ്ട്. റോഡിലൂടെ ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം രണ്ടാമത്തെ കേന്ദ്രമായ പഞ്ചരഥങ്ങളിലേക്ക് എത്താൻ. മുമ്പെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചു അകത്തേക്ക് പ്രവേശിച്ചു. വിശാലമായ അങ്കണത്തിന്റെ ഒരറ്റത്താണ് പഞ്ചപാണ്ഡവന്മാരുടെ പേരിലുള്ള ഈ രഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കുന്തിയുടെ പേരിലും ഒരെണ്ണമുണ്ട്. ഭീമന്റേതാണ് ഇതിലെ ഏറ്റവും വലുത്. ഇവയ്ക്ക് പിന്നിലായി നന്ദിയുടെ ഒരു പ്രതിമയും കാണാം. പുറമെ റോഡരികിൽ പഴയകാല ശില്പങ്ങളെ വെല്ലുന്ന രീതിയിൽ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താൽ നിർമ്മിച്ച അനേകം ശില്പങ്ങൾ വിൽപ്പനയ്ക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതുണ്ട്. മൂന്നാമതായി കാണാനുള്ളത് ഷോർ ടെമ്പിൾ ആണ്. പോകുന്ന വഴി റോഡരികിൽ കണ്ട ഒരു വിശാലമായ കുളമാണിത്. സെൽഫി പോയിന്റിനടുത്തുള്ള ഗേറ്റിൽ ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കടന്നു. കുറച്ചു ദൂരം കൂടി വെയിലത്ത് നടക്കാനുണ്ട്. വെയിലിന്റെ ചൂട് സഹിക്കാതെ പറ്റില്ല തന്നെ. ഒന്നുകിൽ അതിരാവിലെ എത്തണം, അല്ലെങ്കിൽ വൈകുന്നേരം. കടലിലേക്കുള്ള ഒരു മുനമ്പിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല ഭാഗങ്ങളും മുമ്പ് മണ്ണിനടിയിൽ പെട്ടത് കുഴിച്ചെടുത്തതാണ് എന്ന് മനസ്സിലാക്കാം. വീണ്ടും കടൽ വെള്ളം അടിച്ചു കയറി വരാതിരിക്കാൻ കടൽ ഭിത്തി ഭദ്രമായി കെട്ടിയിരിക്കുന്നുണ്ട്. ക്ഷേത്ര മതിലിന് മുകളിൽ ചുറ്റുമായി നന്ദി പ്രതിമകളാണ്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ഡിസ്ട്രിക്റ്റിലാണ് മാമല്ലപുരം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ സാമ്രാജ്യത്തിന് കീഴിൽ 2 തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് മാമല്ലപുരത്തുണ്ടായിരുന്നത്. മാർക്കോപോളോയുടെ കാലത്തെ കടൽ സഞ്ചാരികൾക്ക് ഈ തുറമുഖം വളരെ സുപരിചിതമായിരുന്നു. 7-8 നൂറ്റാണ്ടുകളിലായിട്ടായിരുന്നു പല്ലവ സാമ്രാജ്യത്തിലെ ഈ നിർമ്മിതികളെല്ലാം തന്നെ. അല്പം ഉല്ലസിക്കണമെങ്കിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തേക്ക് നടക്കാം. പലരും വെള്ളത്തിൽ ഇറങ്ങുകയും ചിലർ മുങ്ങുകയും ചെയ്യുന്നുണ്ട്.